നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ സാരി ഇനി ശ്രീകോവിലിനുള്ളിൽ വെക്കാൻ പാടില്ല. ഇത് ദേവിക വെച്ചോളൂ. ദേവികയ്ക്കാണിത് ദേവി വിധിച്ചിട്ടുള്ളത്. അമ്മ എന്താ ഒന്നും പറയാത്തത്? അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പൊതുവെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ, അതുകൊണ്ടാ മതിയാക്കി. ഞാൻ നാളെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, നീയും കൂടി വരണം. നമുക്കിപ്പോ ദൈവാധീനം ഏറെ വേണ്ട സമയമാണല്ലോ. ദേവികെ, ഇത് വാങ്ങിച്ചോളൂ. അല്ല തിരുമേനി, ഇത് ഉദയാസ്തമന പൂജ നടത്തിയവർക്ക് പ്രസാദത്തോടൊപ്പം കൊടുക്കേണ്ട സാരിയാ. പക്ഷേ ഇന്നത്തെ ഉദയാസ്തമന പൂജ നടത്തിയവർക്ക് പ്രസാദം സ്വീകരിക്കാൻ വരാൻ കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. ഈ സാരി ഇനി ശ്രീകോവിലിനുള്ളിൽ വെക്കാൻ പാടില്ല. ഇത് ദേവിക വെച്ചോളൂ. ദേവികയ്ക്കാണിത് ദേവി വിധിച്ചിട്ടുള്ളത്. ദേവിയെ അണിയിച്ച സാരിയാണിത്. വിശേഷ ദിവസങ്ങളിൽ ഈ സാരി അണിഞ്ഞാൽ ദേവികയ്ക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉന്നതി ഉണ്ടാവും. ആന്റി വന്ന് നമുക്കൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. അഞ്ജിതേ വാ. മോളെ, ഞാൻ വരുന്നില്ല. എനിക്ക് പെട്ടെന്ന് ഒരു വല്ലാത്ത കാലുവേദന. മോള് പോയി വലം വെച്ചിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. ആന്റി തീരെ വയ്യേ? ഇത്തിരി വേദനയുണ്ട് മോളെ. കുറച്ചു നേരം ഇരുന്നാ ഇതങ്ങ് മാറിക്കോളും. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആന്റി. ആ ശ്രീകോവിലിന്റെ മുന്നിൽ കുറെ നേരം നിന്നില്ലേ, അതുകൊണ്ടായിരിക്കും. എന്നാ ആന്റി ഇവിടെ ഇരിക്കേ. അഞ്ജിതേ വാ, നമുക്ക് പോയി പ്രദക്ഷിണം വെച്ചിട്ട് വരാം. വാ. അയ്യോ മോളെ, ഇവളിവിടെ ഇരുന്നോട്ടെ. നീ പ്രദക്ഷിണം വെച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇവളെ കൊണ്ട് കാലൊന്ന് തിരുമിക്കാം. നന്നായിട്ടൊന്ന് തിരുമിയാ ചിലപ്പോ വേദന മാറിയാലോ. ചെല്ല്. ശരി ചേച്ചി പോയിട്ട് വാ. ശരി ആന്റി ഇവിടെ ഇരിക്കേ. എന്താ അമ്മ പെട്ടെന്നൊരു കാലുവേദന? അങ്ങോട്ട് പോടി. എനിക്കൊരു കാലുവേദന നടുവേദന ഒന്നുമില്ല. അത് ഞാൻ അവളോട് വെറുതെ പറഞ്ഞതാ. നീ ഇവിടെ ഇരിക്ക്, ഒരു കാര്യമുണ്ട്.
അമ്മേ ദേ ചേച്ചി 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 മോളെ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മാത്രല്ല മോളെ, ആന്റിയും അഞ്ജതിയും ഒക്കെ ഉണ്ട്. ദേവിക്ക് എന്നോട് വിരോധം തോന്നുന്നുണ്ടാവൂല്ലേ? അയ്യോ എന്തിന്? വിവാഹ മണ്ഡപത്തിൽ വെച്ച് അത്രയ്ക്കും മോശമായല്ലേ ഞാൻ ഗോപികയോടും നിങ്ങളോടൊക്കെ പെരുമാറിയത്? മാഡത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. മാഡത്തിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ തന്നെയാവും പെരുമാറുക. അതുകൊണ്ട് എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. പ്രയാസം ഗോപിക ഓർത്തായിരുന്നു. ഇപ്പൊ നിങ്ങളെ രണ്ടാളെ ഒരുമിച്ച് കണ്ടപ്പോ അതും മാറിക്കിട്ടി. പ്രയാസം മാറിയെന്ന് മാത്രമല്ല, മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അമ്മേ നിങ്ങൾ സംസാരിക്കേ, ഞാൻ വഴിപാട് കഴിച്ചിട്ട് വരാം. ചേച്ചി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.